ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ദേവി ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നു, വിശ്വത്തിൻ്റെ ദുഃഖത്തെ പോക്കുന്ന അല്ലയോ അംബികെ, 3 ലോകങ്ങളിൽ വസിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്ന അല്ലയോ ദേവി, ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. ലോകങ്ങൾക്ക് വരതയായി ഭവിച്ചാലും അല്ലേ. പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്ഥിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാ ഭവ. അവിടെ അതുപോലെ പറഞ്ഞാണ് നിർത്തിയത്. അടുത്തത് അത് കഴിഞ്ഞുള്ളത് ഇന്ന് 109ാമത്തെ ദിവസത്തെ ക്ലാസ്. ദേവി ഉവാച. ഓരോ ശ്ലോകം വായിച്ചർത്ഥം പറഞ്ഞു പോവാം. ദേവി ഉവാച. വരദാഹം സുരഗണാഹ വരം യം മനസേച്ഛത തം വൃണുധ്വം പ്രയച്ഛാമി ജഗദാമുപകാരകം. ദേവി ഉവാച. ദേവി പറഞ്ഞു, വരദ അഹം, ഞാൻ വരദയാണ്. സുരഗണാഹ, അല്ലയോ ദേവന്മാരെ, ദേവസമൂഹങ്ങളെ. സുരഗണം ദേവസമൂഹം. അപ്പോൾ അല്ലയോ ദേവസമൂഹങ്ങളെ, ഞാൻ വരദായിനിയാണ്, വരത്തെ നൽകുന്നവളാണ്. വരം യം മനസ്സേച്ഛത, ഏതൊരു വരത്തെയാണോ നിങ്ങൾ മനസ്സിൽ ഇച്ഛിക്കുന്നത് അത് തം, അത് വൃണുത്വം പ്രയച്ഛാമി, ഞാൻ പ്രദാനം ചെയ്യാം. വൃണുത്വം, വരിച്ചാലും, നിങ്ങളത് വരിച്ചാലും. ജഗതാം ഉപകാരകം, ജഗത്തിന് മുഴുവൻ ഉപകാരം ഉള്ള ആ വരങ്ങളെ നിങ്ങൾ വരിച്ചാലും ഞാൻ സന്തോഷത്തോടുകൂടി തരുന്നുവെന്ന് ദേവി പറഞ്ഞു. വരദാഹം സുരഗണാഹ വരം യം മനസേച്ഛത തം വൃണുധ്വം പ്രയച്ഛാമി ജഗദാമുപകാരകം. അല്ലയോ ദേവസമൂഹങ്ങളെ, ഞാൻ വരത്തെ പ്രദാനം ചെയ്യുന്നവളാണ്. നിങ്ങൾക്ക് എന്തൊരു വരമാണ് ഇപ്പോൾ വേണ്ടത്, അതിനെ നിങ്ങൾ വരിച്ചു കൊണ്ടാലും ജഗത്തിന് ഉപകാരമായ വരത്തെ ഞാൻ ആഗ്രഹിച്ചു തരും. അല്ലെങ്കിൽ ആ വരത്തെ ഞാൻ തരാൻ റെഡിയാണ്, നിങ്ങൾ ചോദിച്ചുകൊള്ളൂ എന്ന് 35ാമത്തെ ശ്ലോകത്തിൽ. അടുത്ത ഇതിൽ അപ്പോൾ ദേവന്മാരെന്താ പറയുന്നത് നോക്കാം. ദേവാവൂചുഹോ, ദേവന്മാർ പറഞ്ഞു, സർവബാധ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവം ഏവ ത്വയാ കാര്യം അസ്മദ്വൈരി വിനാശനം. ഇതിൽ പിരിച്ച് പറയാനുണ്ട്. സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവം ഏവ ത്വയാ കാര്യം അസ്മദ് വൈരിവിനാശനം. അസ്മദ്വൈരി വിനാശനം. അസ്മദ് പ്ലസ് വൈ വന്നപ്പം അത് ദ്വൈ ആയി മാറി. അസ്മദ്വൈരി വിനാശനം. അപ്പോൾ സർവബാധാപ്രശമനം, സർവബാധകളെയും ശമിപ്പിക്കുന്ന, പ്രശമനം പ്രകർഷേണ ശമിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ബാധയെയും നശിപ്പിക്കുന്ന, ത്രൈലോക്യസ്യ അഖിലേശ്വരി, ലോകങ്ങൾക്കെല്ലാത്തിനും ഈശ്വരിയായിരിക്കുന്നവളെ. ഏവം ഏവ, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഏതാണ്? ഇത്രമാത്രം, അതാണ് ഏവ ഏവ. ഇത്രമാത്രം ത്വയാ കാര്യം, ഇത്രമാത്രം അങ്ങ് ചെയ്താൽ മതി. എന്താണ്? അസ്മദ് വൈരി വിനാശനം, ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കണമേ എന്ന്. സർവദേവാഊചുഹു സർവബാധ പ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി
ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. ദേവിയോട് ഇങ്ങനെ മറുപടി പറയും ദേവന്മാർ, അഖിലത്തിനും ഈശ്വരിയായിരിക്കുന്നവളെ, അവിടുന്ന് 3 ലോകത്തിൻ്റെ ബാധകളെ അകറ്റിത്തരണമേ. ഞങ്ങളുടെ 3 ലോകമല്ല, മുഴുവൻ ലോകത്തിൻ്റെയും, ഞങ്ങളുടെ ശത്രുക്കളായ അസുരന്മാരെ നശിപ്പിച്ചതുപോലെ ശത്രുവിനാശത്തെയും വരുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം ദേവി വാച. വീണ്ടും ദേവി പറയുന്നു. എന്താ പറയുന്നേ? വൈവസ്വതേന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭ ചൈവാന്യൗ ഉൽപത്സ്യേതേ മഹാസുരൗ. അതായത് ഈ 13 അധ്യായങ്ങൾ കൊണ്ട് മാത്രം ദേവി മാഹാത്മ്യം തീരുന്നില്ല. ദേവിയുടെ മാഹാത്മ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് സ്വാരോചിഷ മന്വന്തരത്തിലാണ് ദേവന്മാർ സ്തുതിച്ചപ്പം ആ നടന്ന കാര്യമെങ്കിൽ, ഇപ്പോൾ ഈ വൈവസ്വത മന്വന്തരത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് ദേവിയുടെ കഥകൾ. അതാണ് ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ മന്വന്തരം സ്വാരോചിഷ മന്വന്തരം, രണ്ടാമത്തെ മന്വന്തരമാണ് സ്വാരോചിഷ മന്വന്തരത്തിൻ്റെ അന്തത്തിൽ അവസാനം വൈവസ്വത മന്വന്തരം. ആ വൈവസ്വത മന്വന്തരത്തെ പ്രാപിച്ചപ്പോൾ അഷ്ടാവിംശതിമേ യുഗെ, 8 വിംശം എന്ന് പറഞ്ഞാൽ 20, 20 പ്ലസും 8, 28ാമത്തെ യുഗത്തിൽ, അതായത് ദ്വാപരയുഗത്തിൽ, ശുംഭോ നിശുംഭ ചൈവാന്യവും, ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള 2 അന്യവും, വേറെ 2 മഹാസുരന്മാർ ഉൽപ്പത്സ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം 2 അസുരന്മാർ ഇനിയും ദ്വാപരയുഗത്തിൽ ഉണ്ടാകുന്നുണ്ട്. വൈവസ്വതേന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭ ചൈവാന്യൗ ഉൽപ്പത്സ്യേതേ മഹാസുര നിശുംഭ ച അന്യൗ. അതാണ് നിശുംഭോ നിശുംഭശ്ചൈവാന്യൗ എന്ന് വന്നത്. ഉൽപ്പത്സ്യേതേ മഹാസുരൗ. ദേവി പ്രസന്നയായി ഇനി സംഭവിക്കാവുന്ന അവതാരങ്ങളെപ്പറ്റി വിവരിക്കുന്നു. വൈവസ്വത മന്വന്തരത്തിൻ്റെ കാലം തുടങ്ങി 28ാം ചതുർയുഗത്തിൽ ശുംഭനെന്നും നിശുംഭനെന്നും 2 അസുരന്മാരുണ്ടാകും. ദ്വാപരയുഗത്തിൽ 2 അസുരന്മാരുണ്ടാകും എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം. നന്ദഗോപഗ്രഹേ ജാത യശോദാ ഗർഭസംഭവ തതസ്ഥൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. നന്ദഗോപഗ്രഹേ ജാത, നന്ദഗോപഗ്രഹത്തിൽ ജനിച്ചു. യശോദാ ഗർഭസംഭവ, യശോദയുടെ ഗർഭത്തിൽ ഭവിച്ചവളായി. തതഹ തൗ, അനന്തരം അവരെ 2 പേരെയും, തൗ 2 പേര്, നാശയിഷ്യാമി ഞാൻ നശിപ്പിക്കും. വിന്ധ്യാചല നിവാസിനി, വിന്ധ്യാപർവ്വതത്തിലിരുന്നു കൊണ്ട് ആ 2 പേരെയും ഞാൻ നശിപ്പിക്കും. ആരാ 2 പേര്? ശുംഭനും നിശുംഭനും. നന്ദഗോപഗ്രഹേ ജാത യശോദാ ഗർഭസംഭവ തതസ്ഥൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. അന്ന് ഞാൻ നന്ദഗോപരുടെ കുലത്തിൽ യശോദയുടെ ഗർഭത്തിൽ ജനിക്കും. അനന്തരം വിന്ധ്യാപർവ്വതത്തിൽ വസിച്ച് ആ ശുംഭനിശുംഭന്മാരെ ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് ഇത്. അടുത്ത ശ്ലോകം. പുനരപ്യതിരൗദ്രേണ രൂപേണ പൃഥിവീതലേ അവതീര്യ ഹനിഷ്യാമി വൈപ്രചിത്താംശ്ച ദാനവാൻ. പുനഃ, വീണ്ടും, അപി അതിരൗദ്രേണ, പുനഃ അപി അതിരൗദ്രേണ, അതാണ് പുനരപ്യതിരൗദ്രേണ എന്ന് വന്നത്. രൂപേണ പൃഥിവീതലേ, അതായത് രൗദ്രമായ രൂപം ധരിച്ച് ഞാൻ ഭൂമിയിൽ, പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി, പൃഥ്വി തലേ, ഭൂമിയിൽ അവതരിച്ച് ഹനിഷ്യാമി ഞാൻ കൊല്ലും. ആരെ? വൈപ്രചിത്താംശ്ച ദാനവൻ,
ആ വിപ്രചിത്തിയുടെ പുത്രന്മാരെ, ആ അസുരന്മാരെ ഞാൻ കൊല്ലും. പുനഃ വീണ്ടും അതിരൗദ്രമായ രൂപം ധരിച്ച് ഭൂമിയിൽ അവതരിച്ച് ഞാൻ ആ വിപ്രചിത്തിയുടെ മക്കളായ പുത്രന്മാരെ ഞാൻ കൊല്ലും. ഹനിഷ്യാമി, ഞാൻ ഹനിക്കും എന്ന. അടുത്ത ശ്ലോകത്തിൽ ഭക്ഷയന്ത്യാസ്താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡമീ കുസുമോപമ ഭക്ഷയന്തി ച താൻ ഉഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ. ആ വിപ്രചിത്തിയുടെ ഉഗ്രന്മാരായ മഹാസുരന്മാരെ ഞാൻ ഭക്ഷിക്കും. ഭക്ഷയന്തി. അപ്പോൾ രക്താദന്താ ഭവിഷ്യതി, ദന്തങ്ങളൊക്കെ രക്തങ്ങളായി ഭവിക്കും എന്ന് പറഞ്ഞാലോ പല്ലുകളൊക്കെ ചുവന്നിരിക്കും. എന്തുപോലെ? ദാഡിമീ കുസുമോപമ. ഡാളിം അല്ലെങ്കിൽ ദാഡിം എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ, നമ്മൾ ഇംഗ്ലീഷിൽ പോമോഗ്രാനറ്റ് എന്ന് പറയും. അപ്പോൾ ആ മാതള നാരകത്തിൻ്റെ പൂ പോലെ ചുമന്നിരിക്കും. നല്ല രസമാണ് മാതള നാരകത്തിൻ്റെ പൂ കാണാൻ. ചെറിയ പൂക്കളാണ്, പക്ഷേ നല്ല ചുവന്ന പൂക്കൾ. അപ്പോൾ അതുപോലെ ഞാൻ ആ വിപ്രചിത്തിയുടെ മക്കളായ അസുരന്മാരെ ഭക്ഷിക്കുമ്പോൾ എൻ്റെ പല്ലുകളൊക്കെ മാതള നാരകത്തിൻ്റെ പൂ പോലെ ചുമന്നിരിക്കും എന്നർത്ഥം. ഭക്ഷയന്ത്യസ്താനുഗ്രാൻ, താൻ ഉഗ്രാൻ, ഉഗ്രങ്ങളായ അവരെ എന്നർത്ഥം. ഉഗ്രന്മാരായ അവരെ വൈപ്രചിത്താൻ മഹാസുരാൻ, മഹാസുരന്മാരായ വിപ്രചിത്തിയുടെ പുത്രന്മാരെ ഞാൻ ഭക്ഷിക്കും. രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമ. വിപ്രചിത്തിയുടെ പുത്രന്മാരായ ഉഗ്രന്മാരായ മഹാസുരന്മാരെ ഭക്ഷിച്ചിട്ട് എൻ്റെ പല്ലുകൾ രക്തവർണമായി തീരും, മാതളനാരകത്തിൻ്റെ പൂ പോലെ എന്ന് അർത്ഥം. ഇത്രയേ ഉള്ളൂ. ഒരു പ്രാവശ്യവും കൂടി വായിച്ചൊന്നും കൂടി അർത്ഥം പറയാം. ദേവി ഉവാച വരദാഹം സുരഗണ വരം യം മനസേച്ഛത തം വൃണുത്വം പ്രയച്ഛാമി ജഗതാമുപകാരകം. അല്ലയോ ദേവഗണങ്ങളെ, ഞാൻ വരദായിനിയാണ്, വരത്തെ പ്രദാനം ചെയ്യുന്നവളാണ്. നിങ്ങൾക്ക് എന്തൊരു വരമാണ് വേണ്ടത് ഇപ്പോൾ ചോദിച്ചു കൊള്ളുക. അതിനെ വരിച്ചു കൊണ്ടാലും അല്ലെങ്കിൽ സ്വീകരിച്ചു കൊണ്ടാലും ജഗത്തിന് ഉപകാരമായ വരത്തെ ഞാൻ ആഗ്രഹിച്ചു തരുന്നുണ്ട്. അതായത് ദേവന്മാരെപ്പോഴും ലോകത്തിന് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്നാണ് ഒരു ധാരണ. അപ്പം അവർ ചോദിക്കുന്ന കാര്യവും ലോകോപകാരമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു തരുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചുകൊള്ളൂ. ദേവാഊചു സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. ദേവിയോട് ഇങ്ങനെ മറുപടി പറയുന്നു ദേവന്മാർ. അഖിലത്തിനും ഈശ്വരിയായ അല്ലയോ ദേവി, അവിടുന്ന് എല്ലാ ലോകത്തിൻ്റെയും ബാധകളെയും അകറ്റിത്തരണമേ. ഞങ്ങളുടെ ശത്രുക്കളായ അസുരന്മാരെ നശിപ്പിച്ചതുപോലെ ശത്രുവിനാശത്തെയും വരുത്തിക്കൊടുക്കണം. ശത്രുക്കളെന്ന് പറയുമ്പോൾ നമുക്ക് വെറും ആൾക്കാർ മാത്രമല്ല ശത്രുക്കൾ, നമ്മളുടെ കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെല്ലാം, ആ കാമം ക്രോധവും ഒക്കെ നമ്മളുടെ ശത്രുക്കളാണ്. ആ ശത്രുക്കളെയും നശിപ്പിച്ചു തരണമേ എന്ന്, ശത്രുവിനാശത്തെയും വരുത്തി കൊടുക്കണമേ ലോകർക്ക് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ദേവി എന്താ പറയുന്നത്? ദേവി ഉവാച വൈവസ്വതേന്തരേ പ്രാപ്തേ അഷ്ടാവിംശതി മേ യുഗേ. അപ്പം പറയണം ഇവിടെ വൈവസ്വത മന്വന്തര എന്ന് പറയുന്നു ഇപ്പോഴപ്പം കഴിഞ്ഞത് സ്വാരോജ്യേഷ മന്വന്തരായിരുന്നു. അപ്പം ദേവി ഉവാച വൈവസ്വതേന്തരേ പ്രാപ്തേ അഷ്ടാവിംശതി മേ യുഗേ ശുംഭോ നിശുംഭ ചൈവാന്യൗ ഉൽപ്പത്സ്യേതേ മഹാസുരൗ. വൈവസ്വത മന്വന്തരത്തെ പ്രാപിച്ചപ്പോൾ, പ്രാപ്തേ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചപ്പോൾ, അതായത് 13 അധ്യായങ്ങൾ കൊണ്ട് ദേവി മാഹാത്മ്യം തീരുന്നില്ല. വീണ്ടും ഇനിയും ദ്വാപരയുഗത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദേവിയുടെ കഥകൾ. അപ്പം വൈവസ്വതേ അന്തരേ പ്രാപ്തേ, വൈവസ്വത മന്വന്തരത്തിൻ്റെ ആ മന്വന്തരത്തെ പ്രാപിച്ചപ്പോൾ
28-ാമത്തെ യുഗത്തിൽ അഷ്ടാവിംശതി, അഷ്ടം 8 വിംശം 20, 28-ാമത്തെ യുഗത്തിൽ, ദ്വാപരയുഗത്തിൽ ശുംഭോ നിശുംഭശ്ചൈവ അന്യവും, അന്യവും എന്ന് പറഞ്ഞാൽ വേറെ 2 അസുരന്മാർ, ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള 2 അസുരന്മാർ ഉണ്ടാകും. ഉൽപ്പത്സ്യതേ ഉണ്ടാകും. മഹാസുരവും വലിയ അസുരന്മാരായ 2 അസുരന്മാരുണ്ടാകും, ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള. വൈവസ്വതേന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭ ചൈവാന്യോ ഉൽപ്പത്സ്യതേ മഹാസുരവും. ദേവി പ്രസന്നയായി ഇനി സംഭവിക്കാവുന്ന അവതാരങ്ങളെപ്പറ്റി വിവരിക്കുന്നു. വൈവസ്വത മന്വന്തരത്തിൻ്റെ കാലം തുടങ്ങി 28-ാം ചതുർയുഗത്തിൽ ശുംഭനെന്നും നിശുംഭനെന്നും 2 അസുരന്മാരുണ്ടാകും. നന്ദഗോപഗ്രഹേ ജാത യശോദാ ഗർഭസംഭവ തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. അന്ന് ഞാൻ നന്ദഗോപരുടെ ഗ്രഹത്തിൽ, കുലത്തിൽ, യശോദയുടെ ഗർഭത്തിൽ ജനിക്കും. അനന്തരം വിന്ധ്യാചല പർവ്വതത്തിൽ വസിച്ച് ശുംഭനിശുംഭന്മാരെ ഞാൻ നശിപ്പിക്കും. അടുത്തത് പുനരപ്യതിരൗദ്രേണ പുനഃ അഭി അതിരൗദ്രേണ രൂപേണ പൃഥിവീതലേ അവതീര്യ ഹനിഷ്യാമി വൈപ്രചിത്താംശദാനവൻ. പുനഃ വീണ്ടും അതിരൗദ്രമായ രൂപം ധരിച്ച് ഞാൻ ഭൂമിയിൽ അവതരിച്ച് ആ ദാനവന്മാരെ ഹനിഷ്യാമി, ഞാൻ ഹനിക്കുന്നുണ്ട്. ആരാദാനവന്മാരെ? വിപ്രചിത്തിയുടെ മക്കൾ. അന്ന് ഞാൻ നന്ദഗോപരുടെ കുലത്തിൽ യശോദയുടെ ഗർഭത്തിൽ ജനിക്കും. അനന്തരം വിന്ധ്യാചലത്തിൽ വസിച്ച് ആ ശുംഭനിശുംഭന്മാരെ ഞാൻ കൊല്ലുന്നുണ്ട്. വീണ്ടും ഞാൻ അതിഭയങ്കരമായിരിക്കുന്ന രൂപം ധരിച്ച് ഭൂമിയിൽ അവതരിച്ച് വിപ്രചിത്തിയുടെ പുത്രന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കുന്നുണ്ട് എന്ന്. അടുത്തത് ഭക്ഷയന്ത്യാശ്ചതാനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാം. വിപ്രചിത്തിയുടെ പുത്രന്മാരായ ഉഗ്രന്മാരായ മഹാസുരന്മാരെ ഞാൻ ഭക്ഷിക്കും. എൻ്റെ പല്ലുകൾ രക്തവർണ്ണമായി തീരും, മാതള നരകത്തിൻ്റെ പൂ പോലെ. അതായത് ആ വിപ്രചിത്തിയുടെ മക്കളെ ഞാൻ ഭക്ഷിക്കുന്നത് കൊണ്ട് എൻ്റെ പല്ലൊക്കെ ചുമന്നിരിക്കും, മാതള നാരങ്ങയുടെ പൂ പോലെ ചുവന്നിരിക്കും. ഹരിയോം സകലം ശ്രീദേവ്യാർപ്പണമസ്തു. തതോമാം അടുത്തതില്ല. ഭക്ഷയന്ത്യാശ്ചതാനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാം. ദാഡിമി പുഷ്പം പോലെ എൻ്റെ പല്ലുകളൊക്കെ ചുവന്നിരിക്കും ഞാൻ ആ വിപ്രചിത്തിയുടെ പുത്രന്മാരായ ഉഗ്രന്മാരായ മഹാസുരന്മാരെ ഭക്ഷിക്കുമ്പോൾ എന്നർത്ഥം. അപ്പോൾ മുഴുവനും ഒരു പ്രാവശ്യം കൂടി വായിക്കാം അല്ലേ. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ഏകാദശോധ്യായേ ശ്ലോകം 35 മുതൽ 40 വരെ. വരദാഹം ദേവി ഉവാച വരദാഹം സുരഗണാഹ വരം യം മനസേച്ഛത തം വൃണുത്വം പ്രയച്ഛാമി ജഗദാമുപകാരകം. ദേവാഊചുഃ സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. ദേവി ഉവാച വൈവസ്വതേന്തരേ പ്രാപ്തേ. വൈവസ്വത മന്വന്തരത്തിൻ്റെ അന്ത്യത്തിൽ, അല്ലെങ്കിൽ വൈവസ്വത മന്വന്തരത്തെ പ്രാപിച്ചിട്ട് എന്ന്. പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭ ചൈവാന്യൗ ഉൽപ്പത്സ്യതേ മഹാസുരൗ. നന്ദഗോപഗ്രഹേ ജാത യശോദാ ഗർഭസംഭവ തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി. പുനരപ്യതിരൗദ്രേണ പൃഥിവീ പുനരപ്യതിരൗദ്രേണ രൂപേണ പൃഥിവീതലേ അവതീര്യ ഹനിഷ്യാമി വൈപ്രചിത്താംശ ദാനവാൻ. ഭക്ഷയന്ത്യാശ്ച താനുഗ്രാൻ
വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താഭവിഷ്യന്തി ദാഢ്യമീ കുസുമോപമാ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേ.